മൊബൈൽ ഏത് സമയത്തും കുട്ടികളുടെ കയ്യിൽ തന്നെയാണല്ലേ? കുട്ടികൾ എന്തൊക്കെയാണ് മൊബൈലിനകത്ത് കാട്ടിക്കൂട്ടുന്നതെന്ന് വല്ല പിടിപാടും ഉണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഒരു ആപ്ലിക്കേഷന്റെയും സഹായമില്ലാതെ വളരെ വ്യക്തമായിട്ട് കുട്ടികൾ എന്തൊക്കെ പരിപാടികൾ മൊബൈലിൽ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ മൊബൈലിന്റെ അകത്ത് തന്നെയുണ്ട്. ഇതെല്ലാ മൊബൈലിലും വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. ഇനി വർക്കിംഗ് അല്ലാത്ത മൊബൈലിൽ ഞാനൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതിലൂടെയും വളരെ വ്യക്തമായിട്ട് കുട്ടികൾ എന്തൊക്കെ പരിപാടികളാണ് മൊബൈലിൽ ഒപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. റിയൽമി, റെഡ്മി പോലുള്ള മൊബൈലുകളിൽ നിങ്ങൾ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക *#*46336#*#* ഇങ്ങനെ ഡയൽ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ഓപ്പൺ ചെയ്തതാണ്. ഇനി ഇവിടെ മുകളിൽ സോർട്ട് ബൈ യൂസേജ് ടൈം എന്ന ഒരു ആരോ മാർക്ക് ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഉള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇന്നത്തെ ഡേറ്റ് നമുക്ക് നോക്കുമ്പോൾ ഇന്ന് ഈ ഒരു ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു കോഡ് നമ്പർ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷൻ ഒന്നും വേണ്ട, ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇതുവരെയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എത്ര ടൈം ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഫേസ്ബുക്ക് 55 മിനിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 27 മിനിറ്റ് ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ മുകളിൽ തന്നെ നമുക്ക് ഇന്നത്തെ ആപ്ലിക്കേഷൻ, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതും ടൈമും ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഓരോ ആപ്ലിക്കേഷൻ എത്ര തവണ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷനും എത്ര തവണ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നതാ ഇവിടെ ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ടൈംസ് ഓപ്പൺഡ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ക്യാമറ 35 തവണ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗാലറി 31 തവണ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് 24 തവണ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട്. ഇനി അതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ടൈമിലാണ് അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതൊക്കെ നമുക്കിവിടെ വ്യക്തമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരും. ഏത് ഡേറ്റിലാണ്, ഏത് ടൈമിലാണ്, എത്ര തവണ യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ടും കാണാൻ സാധിക്കും. ഇനി ഇതിന് പുറമെ മറ്റൊരു ഓപ്ഷനും കൂടി ഇവിടെയുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ ഡേയ്സ് ആവറേജ് എന്ന ഈ ഒരു ഭാഗം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ബേസിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഇന്നലെ എന്തൊക്കെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത്, എത്ര സമയം നിങ്ങളുടെ മൊബൈലിൽ ഓരോ ആപ്ലിക്കേഷനിൽ അവർ ചെലവഴിക്കുന്നുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.